മിഡിൽ ഈസ്റ്റിൽ സൈനിക സാന്നിധ്യം ശക്തമാക്കാനൊരുങ്ങിയിരിക്കുകയാണ് അമേരിക്ക. ഇസ്രായേലിന് പൂർണ്ണമായും പിന്തുണ നൽകും. സംരക്ഷണം ഒരുക്കുന്നതിനും മേഖലയിൽ വിന്യസിച്ചിട്ടുള്ള തങ്ങളുടെ സൈനികരെ സംരക്ഷിക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ് അമേരിക്കയുടെ ഈ ഒരു നീക്കം. പ്രദേശത്തേക്ക് കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വിന്യസിക്കുമെന്ന് പെന്റഗൺ അറിയിച്ചിട്ടുണ്ട്. മേഖലയിലെ സംഘർഷം കുറയ്ക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും വൈറ്റ് ഹൌസും അറിയിച്ചിട്ടുണ്ട്. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ മരണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇറാനും സീനിയർ കമാൻഡറുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഹിസ്ബുള്ളയും ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് അമേരിക്ക സഹായം വാഗ്ദാനം ചെയ്തത്. മേഖലയിൽ സംഘർഷ സാധ്യത ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും ഇസ്രായേലിന് പ്രതിരോധം ഒരുക്കാനുള്ള പ്രതിബദ്ധത തങ്ങൾക്കുണ്ടെന്നും പെന്റഗൺ പ്രസ് സെക്രട്ടറി സബ്രീന സിംഗ് പറഞ്ഞു. മേഖലയിലെ ഞങ്ങളുടെ താൽപര്യങ്ങളെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെയും അമേരിക്ക സംരക്ഷിക്കും. സംഘർഷം കൂടുതൽ ഇടങ്ങളിലേക്ക് പടരരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും സബ്രീന സിംഗ് വ്യക്തമാക്കി. ക്രൂയിസറുകളുടെയും ഡിസ്ട്രോയറുകളും പുതിയ ഫൈറ്റർ സ്ക്വാഡും മേഖലയിൽ എത്തിക്കുമെന്ന് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും അറിയിച്ചു. അതേസമയം ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്നാണ് ഹിസ്ബുള്ളയും ഇറാനും പ്രഖ്യാപിച്ചത്. എന്നാൽ ഇറാനിൽ നിന്നും ഹിസ്ബുള്ള ഭീകരരിൽ നിന്നുമുള്ള ഭീഷണികളെ വകവയ്ക്കുന്നില്ലെന്നും തങ്ങൾക്കെതിരെ ആക്രമണമുണ്ടായാൽ ശക്തമായി പ്രതിരോധിക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. രാജ്യത്ത് നടത്തുന്ന ഓരോ ആക്രമണത്തിനും ശത്രുക്കൾ വലിയ വില നൽകേണ്ടിവരുമെന്നും നെതന്യാഹു പറഞ്ഞിരുന്നു. ഹമാസും ഹിസ്ബുള്ളയും യമനിലെ ഹൂതി വിമതരും ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എങ്ങനെ കൊന്നു എന്നതിന് പോലും ഇപ്പോഴും വ്യക്തതയില്ല. വിവിധ മാധ്യമങ്ങളും ഏജൻസികളും വ്യത്യസ്തമായ റിപ്പോർട്ടുകളാണ് ഇക്കാര്യത്തിൽ പുറത്തുവിടുന്നത്. നേരത്തെ ടെഹ്റാൻ ഗസ്റ്റ് ഹൌസിലെ മുറിയിൽ വച്ച അത്യാധുനികമോ റിമോട്ട് നിയന്ത്രിതവുമായ ബോംബാണ് ഹമാസ് ഭീകരന്റെ ജീവനെടുത്തതെന്ന് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ 7 കിലോഗ്രാം ഭാരമുള്ള ഹ്രസ്വദൂര മിസൈൽ ഉപയോഗിച്ചാണ് ഹനിയയെ കൊലപ്പെടുത്തിയത് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഇറാനിൽ നിന്ന് കിട്ടുന്ന വിവരവും ഇത്തരത്തിലാണെന്ന് ന്യൂയോർക്ക് ടൈംസും ദ ടെലഗ്രാഫും റിപ്പോർട്ട് ചെയ്തു. മറ്റൊരു രാജ്യത്തിൽ നുഴഞ്ഞുകയറുക, എന്നിട്ട് ആരുമറിയാതെ കൊന്നു തള്ളുക. കൊല നടന്നെടുത്ത് ഒരു തെളിവും ഉണ്ടാവില്ല. ഒരാൾ പോലും പിടിക്കപ്പെടില്ല. മൊസാദിന്റെ രീതി അങ്ങനെയാണ്. ഇപ്പോൾ ഇറാനിലെത്തി ഹമാസിലെ തലവൻ ഇസ്മായിൽ ഹനിയെ കൊന്നുതള്ളിയ മോഡഡ് ഒപ്പറാണ്ടിയും ഇങ്ങനെ തന്നെയാണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നു. ഇറാൻ സേനയിലെ ചിലരെ ഇസ്രായേലി ചാരസംഘടനയായ മൊസാദ് വിലക്കെടുത്തുവെന്നും അവരാണ് കൊലയ്ക്കുള്ള ഒത്താശ നടത്തിയതെന്നുമാണ് പറയുന്നത്. കോടിക്കണക്കിന് ഡോളർ കൊടുത്ത് മൊസാദ് വളർത്തുന്ന പേടിശാരന്മാരും ലോകത്തിന്റെ വിവിധ കോണുകളിലുണ്ട്. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നാസറിന്റെ മരുമകനെ പോലും പണം നൽകി അവർ കൂറുമാറ്റിയിരുന്നു. വെറും പണം മാത്രമല്ല, ആജീവനാന്ത സംരക്ഷണവും മൊസാദ് നൽകും. ഇതേ തന്ത്രമാണ് ഹനിയെ കൊല്ലാനും മൊസാദ് എടുത്തത് എന്നാണ് പറയപ്പെടുന്നത്. മൊസാദ് ഇറാനിയൻ സുരക്ഷാ ഏജന്റുമാരെ വിലക്കെടുത്തെന്നാണ് ഹനിയെ വധിച്ചതെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഉന്നതരുടെ സംരക്ഷണ ചുമതലയുള്ള ഇറാൻ സുരക്ഷാ സേനയിലെ അൻസാർ അൽ മഹ്ദി പ്രൊട്ടക്ഷൻ യൂണിറ്റിലെ ഏജന്റുമാരെയാണ് മൊസാദ് സ്വാധീനിച്ചതെന്നാണ് വിവരം. മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ സംസ്കാര ചടങ്ങുകൾക്കായി ഹനിയ ടെഹ്റാൻ സന്ദർശിക്കുമ്പോൾ വധിക്കാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടത്. ജനക്കൂട്ടം കാരണം അന്നത്തെ ഓപ്പറേഷൻ ഉപേക്ഷിക്കുകയായിരുന്നു.